ാണെങ്കിലും എങ്ങനെ ജീവിച്ചാലും വേണ്ടിയല്ല. എനിക്ക് തിന്നില്ലേലും കുടിച്ചില്ലേലും വേണ്ടിയില്ല. ആഡംബരവും അലങ്കാരവും ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് ആകെ നടക്കേണ്ടത് എൻ്റെ 2 കുട്ടികളുടെ വിദ്യാഭ്യാസവും അവൾക്കൊരു ചെറുതായ ജോലിയുമാണ്. ഒന്നിനെ നേഴ്സിങ്ങിന് പറഞ്ഞു വിട്ടു, ഒന്നിനെ പോളിടെക്നിക്ക് പഠിക്കാൻ പറഞ്ഞു വിട്ടു. അവൻ പഠിച്ച് പാസ്സായി ഇവിടെ വന്നു. അപ്പോൾ ഒരു ചെറിയ ആശ്വാസമായി. അവൾക്ക് കിട്ടുന്ന ആകെ വരുമാനം ഒരു ജൗളിക്കടയിൽ പോയി 350-300 രൂപ കിട്ടുന്ന. ഞായറാഴ്ച പോലും ജോലിക്ക് പോകും. ഞായറാഴ്ച പോയാൽ അവൾക്ക് 100 രൂപ കൂടുതൽ കിട്ടും. അവൾക്ക് ലീവില്ല. കഷ്ടപ്പെട്ടാണ് ഓടുന്നത്. കുന്നും മലയും കയറി വേണം പോകാൻ. എപ്പോഴും വണ്ടി കയറുകയാണെങ്കിൽ കിട്ടുന്ന പൈസ വണ്ടിക്ക് കൊടുക്കാനല്ലേ ഉള്ളൂ. അതിൻ്റെ പേരിൽ അവൾ നടന്നോടും. നേരം വെളുക്കുമ്പോൾ ഇവിടെ നിന്ന് പറപ്പ് പോലെ പറന്നു പോകും. വൈകുന്നേരം പറപ്പ് പോലെ പറന്ന് ഇവിടെ വരും. ഇവിടെ വന്നിങ്ങ കിടക്കും. ഇന്നത്തെ ശുശ്രൂഷയും വെള്ളം കൊടുക്കലോ ചായ കൊടുക്കലോ ഒക്കെ ഞാനാണ്. പകലുള്ള കാര്യങ്ങളെല്ലാം ഈ ഇച്ചിരിയുള്ള സ്ഥലമുണ്ട്, അതിനകത്തുള്ള കാര്യങ്ങളും തൂപ്പും വാരും വേവിക്കലും വിറക്കലും അലക്കലും എല്ലാം ഞാൻ ശരി. അതിന് ദൈവം ഇവളുടെ സഹായത്തിന് വേണ്ടി എനിക്ക് ഒരു വലിയ ശക്തിയായിട്ടൊരു ഒരു ദൈവാധീനം തന്നിരിക്കുകയാണെന്ന് എൻ്റെ ഇപ്പോഴും വിശ്വാസം. അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. ദാരിദ്ര്യമാണെങ്കിലും ലോകം അറിയിക്കില്ല ഞങ്ങൾ. അവൾ പറയും, അമ്മ ദാരിദ്ര്യമൊന്നും ആരോടും പറയരുത്, അമ്മ 10 രൂപ വായ്പയ്ക്ക് പോകരുത്. നമുക്ക് തരൂല്ലല്ലോ. ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞാൽ അവരും തരൂല്ലല്ലോ. പിന്നെ നമ്മൾ അഭിമാനം എന്തിനാ വിറ്റ് തിന്നുന്ന പോകല. അങ്ങനെ ഒതുങ്ങി ജീവിച്ചവളുടെ ഹസ്ബൻഡും വല്ലതൊക്കെ ജോലി ചെയ്തും കൊണ്ടുവരും. അതവളുടെ കൊടുക്കും. അവനെ വെള്ളവും കുടിച്ചും തിന്നും കുടിച്ചും നിങ്ങളെന്നല്ല. ഞങ്ങൾക്ക് പിന്നുള്ളൊരു വിജയം എന്താണെന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് ഇറച്ചിയോ മീനോ മുട്ടയോ വലിയ വിഭവാദികളോ ഒന്നും വേണ്ട. എങ്കിലും പച്ചക്കറിയും കൂട്ടി ഞങ്ങൾ കഴിച്ചു. നവമി ഇന്ന് പിന്നെ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണല്ലോ. നവമി ഇപ്പോൾ 2ാമത് ചികിത്സയ്ക്ക് പോയിരിക്കുക. അന്നത്തെ ആക്സിഡൻറ്റിൽ പിന്നെ എല്ലാം താറുമാറായില്ലേ. എൻ്റെ മോളും അങ്ങ് പോയില്ലേ. എൻ്റെ വലിയപ്പോട്ട് ഒരു മാസം അങ്ങ് പോയില്ലേ. ഇനി കുഞ്ഞ് മറ്റുള്ളവർ കൊണ്ടുപോയിരിക്കുക. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, വീണ മാഡം പറഞ്ഞിട്ടുണ്ട്, വല്യമ്മ വിഷമിക്കേണ്ട, അമ്മച്ചിയുടെ കുഞ്ഞിൻ്റെ എല്ലാ ചികിത്സ കാര്യങ്ങളും എല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വന്നവരാരാണോ, ഏത് ഭരണാധികാരാണോ, ഏത് രാജ്യപ്രധാനികളാണോ, ഏത് MLA-മാരാണോ, ഏത് മന്ത്രിയാണോ, എല്ലാം ഉറപ്പ് തന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരെയും ഉറച്ച് വിശ്വസിക്കുക. ആരെയും ഞങ്ങൾ മാറ്റി നിർത്തുന്നില്ല. എല്ലാവരും ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചിരിക്കുക. ഈശ്വരൻ കൂടെ ഉണ്ടെങ്കിൽ സർവ്വതും നടക്കും.